ഈ സെഷനിൽ നമ്മൾ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ ആണ് പഠിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ ബയോടെക്നോളജി എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന് 3 തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ്. റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഫോർ ദ ജീൻ തെറാപ്പി. For gene therapy, that is another advantage of biotechnology or application of biotechnology. Early diagnosis of disease, for that also biotechnology is used. അതിനകത്ത് first one we will see the recombinant therapeutic drugs. നമുക്കറിയാം കുറേ തരത്തിലുള്ള drugs which is produced in our place or which is produced that will be having some side effect or the immunological response will be present when we are applying into a living organism. അതായത് ചില ഡ്രഗ് എടുക്കുമ്പോൾ നമുക്ക് മിക്കവാറും അത് ആവശ്യമില്ലാത്ത ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഒന്നും കൊടുക്കാത്ത ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഫ്രം ദ ഹോസ്റ്റ് ഓർഗാനിസം. അപ്പം ഞാനൊരു മെഡിസിൻ എടുക്കുകയാണ്, എൻ്റെ ആ മെഡിസിനെ റിജക്റ്റ് ചെയ്യുന്ന തരത്തിൽ എൻ്റെ ബോഡിയിൽ നിന്നൊരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. അതേപോലെ ഒരു കണ്ടീഷൻ ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു അലർജി കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാതെ ട്രാൻസ്ജനിക് ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെ, അതായത് നമുക്ക് വേണ്ടതിനെ മാത്രം സിന്തസൈസ് ചെയ്ത് എടുക്കാനുള്ള കഴിവുണ്ടാവും ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് വെച്ചിട്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഏകദേശം ഈ റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഏകദേശം 30 ഡ്രഗ്സ് ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് 12 എണ്ണം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഡ്രഗ്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പൊ ഈ ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന ഈ റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗില് 30 എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ 12 എണ്ണം നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോട്ടീനേഷ്യസ് ഹോർമോൺ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് റീജിയനിൽ ഇരിക്കുന്ന ബീറ്റാ സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനേഷ്യസ് ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ആ ഗ്ലൂക്കോസ് ചുമ്മാ നമ്മുടെ ബ്ലഡിൽ കൂടെ വാൻഡർ ചെയ്ത് നടക്കാതെ അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ബ്ലഡിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ ആ ഗ്ലൂക്കോസിനെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം ഫോർ ദ ഫർദർ റിക്വയർമെന്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റോറേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിപ്പയറിംഗ് മെക്കാനിസം ഒക്കെ വളരെ സ്ലോ ആയി പോവും, ഡെവലപ്മെന്റ്സ് എല്ലാം സ്ലോ ആയി പോവും. അതുകൊണ്ട് തന്നെ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇറ്റ് ഈസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. പണ്ട് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതായത് if insulin is less in our body, glucose will start to eliminate through the urine. ആ കണ്ടീഷൻ പറയുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഈ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ഇൻസുലിനൊക്കെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കവിന്റെയും പിഗിന്റെയും ഒക്കെ പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹ്യൂമൻ ബീങ്സിലേക്ക് കൊടുക്കുമ്പോൾ കുറെ ആളുകളിലെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാണിക്കാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് they just identified the gene which is able to produce insulin in the pancreas. പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസിൽ ഇരിക്കുന്ന ഏത് ജീനാണ് ഈ പറയുന്ന ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. So they could understand the insulin of the human beings. In the insulin of human beings we are calling as humulin. Okay, ഇതിന് പറയുന്ന പേരാണ് ഹ്യൂമുലിൻ. ഹ്യൂമൻ ഇൻസുലിന് പറയുന്നതാണ് ഹ്യൂമുലിൻ. അപ്പൊ ഈ ഹ്യൂമുലിൻ ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം എന്ന് കണ്ടുപിടിച്ചു. ഹ്യൂമുലിൻ ഈസ് സിന്തസൈസ്ഡ് in inactive form. Inactive ഫോമിലാണ് അത് സിന്തസൈസ് ചെയ്യുന്നത്. So this inactive form of humulin, it has 3 different types of polypeptide. ഇതിന് 3 തരത്തിലുള്ള പോളിപെപ്റ്റൈഡ് ഉണ്ട്. So here we can say the polypeptide present in this human insulin, it has A polypeptide, B polypeptide and C polypeptide. കണ്ടോ, ഇവിടെ A, B, C polypeptide ആണ് കൂടിയതാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമുലിൻ എന്ന് പറയുന്നത്. They could understand this when the humulin is getting functional, this C polypeptide, it is an additional stuff, will be removed out and there is a disulfide bond present in between the
A and B chain. ഈ A ചെയിനും B ചെയിനും ഇടയിൽ ഒരു ഡൈസൾഫൈഡ് ബോണ്ടും ഉണ്ടാവും. അതേപോലെ തന്നെ same polypeptide it will be removed. So here we will get a structure like this. Okay, ഇതിനകത്ത് ഇത് B chain, ഇത് A chain. Okay, അപ്പോൾ അവർ ആ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടുള്ള 3 പോളിപെപ്റ്റൈഡ് കൊണ്ടാണ് അത് സിന്തസൈസ് ചെയ്യുന്ന ഇനാക്റ്റീവ് ഫോമിലാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ആക്ടിവേറ്റ് ആകുന്നത്. ആ ഇനാക്റ്റീവ് ഫോമിൽ സിന്തസൈസ് ചെയ്യുമ്പോൾ അവർക്ക് 3 തരത്തിലുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. ഒന്ന് A, ഒന്ന് B, ഒന്ന് C. അതിനകത്ത് C പോളിപെപ്റ്റൈഡ് റിമൂവ് ആവുകയും A പോളിപെപ്റ്റൈഡും B പോളിപെപ്റ്റൈഡും തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഹ്യൂമുലിൻ വന്നിട്ട് ആക്റ്റീവ് ഹ്യൂമുലിൻ ആയിട്ട് മാറുന്നത്. ഈ ഒരു പ്രോജക്റ്റ്, അതായത് ഈ ഒരു DNA-നെ, ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് DNA-നെ എസ്ക്രീഷ്യ കോളൈ എന്ന് പറയുന്ന ലോവർ ഓർഗാനിസത്തിലേക്ക് കൊടുത്താൽ എസ്ക്രീഷ്യ കോളയുടെ ഉള്ളിൽ അതിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുകയും അതേപോലെ എക്സ്പ്രസ്ഡ് പ്രോട്ടീൻ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുകയും ചെയ്താൽ, ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ഹ്യൂമൻ ബീങ്സിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഹ്യൂമൻ ഇൻസുലിൻ എങ്ങനെയാണോ ഹ്യൂമൻ ബീങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രോട്ടീൻ നമ്മൾ ലോവർ ഓർഗാനിസത്തിൽ ഹൈ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ വിത്തൗട്ട് എനി അലർജിക് റിയാക്ഷൻ വി ക്യാൻ കോൺട്രിബ്യൂട്ട്. അതാണ് ഇന്നത്തെ ഇൻസുലിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എലി ലില്ലി ആൻഡ് അമേരിക്കൻ കമ്പനി. ഓക്കെ, അത് 1983-ലാണ്. 1983 Eli Lilly, an American company. They did this project to develop insulin in Escherichia coli. അപ്പോൾ അവർ ആ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ കുറേ സ്റ്റഡി ചെയ്തു. ഹ്യൂമൻ ഇൻസുലിൻ്റെ ജീനിൻ്റെയും അതിൻ്റെ എക്സ്പ്രഷനെയൊക്കെ കുറേ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ കണ്ടുപിടിച്ച് എ പോളിപെപ്റ്റൈഡും ബി പോളിപെപ്റ്റൈഡും മതിയെന്ന്. അതുകൊണ്ട് തന്നെ അവർ എ പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ mRNA-നെ മാത്രം എടുത്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA-നെ ഉണ്ടാക്കി. ദാറ്റ് വാസ് ഗിവൺ ടു വൺ ഗ്രൂപ്പ് ഓഫ് Escherichia coli. ബി പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ mRNA-നെ ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ കോംപ്ലിമെന്ററി DNA ഉണ്ടാക്കി വേറൊരു ഗ്രൂപ്പ് Escherichia coliയിലേക്ക് കൊടുത്തു. എന്നിട്ട് ഈ എ പോളിപെപ്റ്റൈഡും ബി പോളിപെപ്റ്റൈഡും 2 ബയോ റിയാക്ടറിൽ സിന്തസൈസ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഡിഫറെന്റ് Escherichia coli ഓർ 2 തരത്തിൽ മോഡിഫൈ ചെയ്ത Escherichia coliയിൽ സിന്തസൈസ് ചെയ്തതിന് ശേഷം they have just isolated A and B chain. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലി ദേ സിന്തസൈസ് ദ ഡബിൾ സൾഫൈഡ് ബോണ്ട് ഇൻ ബിറ്റ്വീൻ ദിസ് 2 strands. ആ 2 പോളിപെപ്റ്റൈഡിന്റെ ഇടയിൽ അതേപോലെ ഒരു ഡബിൾ സ്ട്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആഫ്റ്റർ സിന്തസൈസിങ് ദിസ് പ്രോട്ടീൻ, സെപ്പറേഷൻ ഓഫ് ദിസ് പ്രോട്ടീൻ ആസ് വെൽ ആസ് making the sulfide bond in between them, it was not that difficult. ആ ഡിഫിക്കൽട്ടി ഇല്ലായിക that led to the success of this project. Okay, അപ്പോൾ അതാണ് ഇൻസുലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനിയിലാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്ത് 1983 എലി ലില്ലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. അത് എങ്ങനെയാണ് അത് സക്സസ് ആയെന്ന് വെച്ചാൽ എ ചെയിനും ബി ചെയിൻ, അതായത് എ പോളിപെപ്റ്റൈഡും ബി പോളിപെപ്റ്റൈഡും വേറെ വേറെ ഓർഗാനിസത്തിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം അതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനിനെ എങ്ങനെ നമുക്ക് തെറാപ്പി വെച്ച് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വെച്ച് ആ ജീനിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം, ആ ഒരു ടെക്നിക്കാണ് ജീൻ തെറാപ്പിയിൽ പറയുന്നത്. അതിനകത്ത് അവർ വർക്ക് ചെയ്തത് 1990 ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയിൽ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസിയാണ് ട്രീറ്റ് ചെയ്തത്. അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ് ദാറ്റ് ഈസ് സിന്തസൈസ്ഡ് ബൈ ദ ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് അഡിനോസിൻ ഡിയാമിനേസ്. അത് ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ it will produce a severe disease called as severe combined immunodeficiency disease. Okay, അതായത് ADA deficiency, adenosine deaminase deficiency, that lead to a disease that is called as adenosine deaminase deficiency that lead to a disease called as SCID or severe combined immunodeficiency disease. Severe combined immunodeficiency
deficiency disease. Okay. അപ്പോൾ ഇങ്ങനെ ഒരു സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ഈ ADAയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടപ്പോൾ ആ ADA സിന്തസൈസ് ചെയ്യുന്ന ജീൻ എവിടെയാണെന്ന് അവർ സെർച്ച് ചെയ്ത് ഫൗണ്ട് ഔട്ട് ചെയ്തു. ദാറ്റ് വാസ് ഇൻ ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സിലിരിക്കുന്ന ഒരു ജീനാണ് ADA, അഡിനോസിൻ ഡിയാമിനേസ് ഉണ്ടാക്കുന്നത്. ആ അഡിനോസിൻ ഡിയാമിനേസ് ഇല്ലാത്ത ആളുകളിലാണ് ഈ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വരുന്നത്. അതായത് അവർക്ക് ഭയങ്കര ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉണ്ട്. അതായത് അവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും ചെറുത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതിന് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം? വെൻ ദേ സ്റ്റഡി ദാറ്റ് they could understand in different ways they can treat this disease, but only one way it gives the permanent cure for this disease. ഇനി നമുക്ക് നോക്കാം ഓരോ വഴിയും അതെങ്ങനെയൊക്കെ ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം ഇറ്റ് ക്യാൻ ബി ഗിവൺ ഡയറക്ട്ലി ടു ദ ബ്ലഡ് ഓഫ് ദ പർട്ടിക്കുലർ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ബ്ലഡിലേക്ക് അഡിനോസിൻ ഡിയാമിനേസ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് റെഡിമെയ്ഡ് ആയിട്ട് അഡിനോസിൻ ഡിയാമിനേസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മെത്തേഡ് അതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അഡിനോസിൻ ഡിയാമിനേസ് പോയി ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെ. പിന്നെ ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇവരുടെ ലിംഫോസൈറ്റ്സിനെ നമുക്ക് പുറത്തെടുക്കാം. The lymphocytes can be separated out from their blood, some of the lymphocytes, and we can incorporate the gene which is coding for adenosine deaminase. Adenosine deaminase നെ represent ചെയ്യുന്ന ജീനിനെ നമുക്ക് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ബൈ റീകോമ്പിനന്റ് DNA ടെക്നോളജി. അതായത് ആ ലിംഫോസൈറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ലിംഫോസൈറ്റ്സിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യും ബൈ genetic engineering. Genetic composition of that lymphocytes which we separated, that we can modify by using a normal gene of adenosine deaminase. Normal gene adenosine deaminase കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഈ പറയുന്ന അഡിനോസിൻ ഡിയാമിനേസിനെ സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം ഇമ്മ്യൂൺ സെൽസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഷോർട്ട് ലിവിങ് സെൽസ് ആണ് അല്ലെ, കുറച്ച് നാൾ മാത്രമേ നിൽക്കുള്ളൂ. WBCയുടെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മാക്സിമം ലിവ് ഫോർ 2 weeks എന്നാണ് പറയാ. രണ്ടാഴ്ച 10-12 ദിവസം 13 ദിവസം 14 ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും that will replace എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഡിഫൻസ് ആക്ടിവിറ്റിയിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. ഡിഫൻസ് ആക്ടിവിറ്റിയിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഓരോ സെല്ലും അതിന്റെ ആയുസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സിനെ പുറത്തെടുത്ത് നമ്മൾ അതിനകത്ത് ജീൻ കൊടുത്താൽ പോലും that again we have to do when the lymphocyte undergo replacement. എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ അല്ല, അത് മോർട്ടൽ ആയിട്ടുള്ള ഒരു സെല്ലാണ്. അപ്പോൾ മോർട്ടൽ ആയിട്ടുള്ള സെല്ല് എപ്പോഴെപ്പോഴും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ലിംഫോസൈറ്റ്സിനെ ഇതേപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെയിം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് ഗെറ്റ് ദ സെൽസ് ഇൻ ദ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യട്ടോ. അത് വേറൊരു മെത്തേഡ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ക്യാൻ ബി ഡൺ ഇൻ ദ കേസ് ഓഫ് എ പേഷ്യന്റ് ഹു ഈസ് ഫേസിങ് ദിസ് അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി. അതും സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ നമുക്കറിയാം ബോൺ മാരോ എന്നാണ് നമ്മുടെ ബ്ലഡ് സെൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ലിംഫോസൈറ്റ്സ് when it is produced from the bone marrow cells, if we are incorporating the gene, ആ ബോൺ മാരോ സെൽസിന്റെ അകത്ത് നമ്മൾ നമ്മുടെ ഈ അഡിനോസിൻ ഡിയാമിനേസ് ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ to a certain extent it can be cured, but see here still the deficiency it will be remain in their body, because ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്താണെങ്കിലും നമുക്ക് അവിടെ സ്റ്റെം സെൽസിനെ കിട്ടുന്ന വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സ്റ്റെം സെൽസിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് പുതിയ സെൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെന്റ് എല്ലാ സെൽസിനകത്തും എഫക്റ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണുള്ളൂ. പിന്നെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ early embryonic stage in which if we are able to diagnose this disease, we can just incorporate this gene in the stem cells of the early embryo. ആ early embryoയിലെ സ്റ്റെം സെൽസിന് നമ്മൾ ഈ ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ പിന്നെ അതേപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം the stem cells it can undergo differentiation into any type of cell. അപ്പൊ നോക്കിക്കേ, ബോൺ മാരോ ഉണ്ടാകുന്ന ആ സ്റ്റെം സെല്ല് പോലും it will be having the particular gene which was abnormal. We incorporate the normal gene into that, so the normal gene എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അത് ആ ബോൺ മാരോ ഡെവലപ്മെന്റിന്റെ സമയത്തും അത് ഫങ്ഷൻ ചെയ്യും. സോ ഇൻ ദ ഏർലി എംബ്രിയോ സ്റ്റേജ് ഇഫ് വി ആർ ഡൂയിങ് ദിസ് ജീൻ തെറാപ്പി ദാറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ 4-year-old ഗേളിലൊക്കെ വേറെ തരത്തിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ
അതേപോലെ തന്നെ we can do this protein injection or adenosine deaminase we can inject into the body of that particular patient. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ പറയാ ലിംഫോസൈറ്റ്സിനെ പുറത്തെടുത്തിട്ട് ആ ലിംഫോസൈറ്റ്സിനെ മോഡിഫൈ ചെയ്ത് തിരിച്ച് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം, ആ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊന്നും എന്താണ് ശാശ്വതമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. if we are replacing the gene in the early embryonic stage in the stem cells of the embryo, that will give a permanent cure. അതാണ് ജീൻ തെറാപ്പിയിൽ നമ്മളിവിടെ പഠിക്കുന്നത്. Then the next one which we are studying, that is early diagnosis of disease. Early diagnosis of disease, it is done by 3 different ways. One is ELISA technique. ELISA is nothing but enzyme linked immunosorbent assay. ഇതെന്താണെന്നറിയോ? ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിബോഡിയുടെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സാധാരണ സിറോളജിക്കൽ ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതായത് കുറച്ച് അധികം ആന്റിബോഡി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറയുന്നത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു ചെറിയ എമൗണ്ട് ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും അത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറയാനുള്ള കാരണം എന്താ കേട്ടോ. ഈ എലൈസ ടെക്നിക്ക് നമ്മൾ ചെയ്യുന്ന വെല്ലിന്റെ ഉള്ളിലാണ്. അതായത് ചെറിയ ചെറിയ ട്യൂബ്സ് ഉണ്ടാവും. ആ ട്യൂബിന്റെ ഉള്ളിൽ ആന്റിജൻ കോട്ടഡ് ആണ്. ഈ ട്യൂബ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് ആന്റിജൻ. ആന്റിജൻ കോട്ടഡ് ട്യൂബിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് പേഷ്യന്റിന്റെ സിറം ഫില്ല് ചെയ്ത് കൊടുക്കും. പേഷ്യന്റിന്റെ സിറം ഒഴിച്ചു കഴിയുമ്പോൾ ആ സിറത്തിന്റെ ഉള്ളില് ഒരിത്തിരി ആന്റിബോഡി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ദാറ്റ് വിൽ മേക്ക് എ കോംപ്ലക്സ് വിത്ത് ആന്റിജൻ. അപ്പൊ ഈ ആന്റിബോഡി വെൻ വി ആഡ് ദ സിറം it will make antigen antibody complex. ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്, ഞാൻ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിനെ ഒരു പ്രത്യേക തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സീ ഹിയർ. ആ ആന്റിജൻ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിറച്ചേർന്ന ആന്റിജന്റെ സ്ട്രക്ചർ ഇതാ ഇതേപോലെ ഇരിക്കണേക്കിട്ടെ. ആന്റിബോഡി ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ഇതേപോലെ ഇരിക്കണേതിരിക്കട്ടെ. സോ ദിസ് ഇസ് ആന്റിജൻ ആൻഡ് ദിസ് ഇസ് ആന്റിബോഡി കോംപ്ലക്സ്. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. ഇനി what we will do, we will just wash this wells. ഇത് നമ്മൾ ആന്റിജൻ കോട്ട് ചെയ്തേക്കണ വെല്ലിന്റെ ഉള്ളിലേക്ക് നമ്മൾ സിറം ഒഴിച്ചു. സിറത്തിന്റെ ഉള്ളിൽ ആന്റിബോഡി ഉണ്ടെങ്കിൽ ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാക്കും. ആന്റിജൻ ഇതിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അപ്പൊ ഇതേപോലെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയ ആന്റിബോഡി എളുപ്പം അതിന്റെ ഉള്ളിൽ നിന്ന് വാഷ് ഔട്ട് ആയി പോവില്ല നമ്മൾ കഴുകി കളഞ്ഞാൽ. സോ we will just give some wash with some solutions in this ELISA well. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ we will add some enzyme in this. Okay, ഒരു എൻസൈം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഈ എൻസൈം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എൻസൈം ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്പെഷ്യൽ പ്രോപ്പർട്ടി ലൈക്ക് if this antigen antibody complex, if it is present, okay, antigen antibody complex if it is present, that enzyme it will be sticked on the surface of it. ഇതിന്റെ മേലെ ആ എൻസൈം അവിടെ സ്റ്റിക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് അതിന്റെ മേലെ അത് സ്റ്റിക്ക് ചെയ്യില്ല. അപ്പൊ ഞാനിവിടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് പ്ലസ് എൻസൈം വെൻ വി ആഡ് we can see this antigen antibody enzyme complex will be formed. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ see here, ഇത് കണ്ട ആന്റിജൻ ആന്റിബോഡി ഇത് അങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന എൻസൈം എങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ആന്റിജൻ ആന്റിബോഡി സ്ട്രക്ചർ ആന്റിജൻ ആന്റിബോഡി എൻസൈം കോംപ്ലക്സ് സ്ട്രക്ചർ ഇതേപോലെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ എൻസൈം ഇവിടെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ അത് വാഷ് ഔട്ട് ആയി പോവില്ല. സോ ഹിയർ ആഫ്റ്റർ വാഷിംഗ് ഇഫ് ദ എൻസൈം ഈസ് പ്രസന്റ് ഇൻസൈഡ് ദാറ്റ് അഗൈൻ വി ക്യാൻ ആഡ് എ സബ്സ്ട്രേറ്റ്. ഇനി ഇതിന്റെ കൂടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആന്റിജൻ ആന്റിബോഡി എൻസൈം കോംപ്ലക്സ് പ്ലസ് സബ്സ്ട്രേറ്റ്, നമ്മളൊരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സബ്സ്ട്രേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, ദാറ്റ് ഈസ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ്, അതായത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ്. അപ്പൊ ഈ എൻസൈം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എൻസൈം ആണ് സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റുന്നത് അറിയോ? പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഈ എൻസൈം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ആ പർട്ടിക്കുലർ ആന്റിബോഡി ഉണ്ട്. ആന്റിബോഡി ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള കോംപ്ലിമെന്റാരിറ്റി അതിന് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ if the substrate, if it is reacted with the enzyme, then that enzyme it will convert substrate into a product will be
കളർഫുൾ പ്രോഡക്റ്റ്. അപ്പോൾ എന്താവും, അത് കളർ പ്രൊഡ്യൂസ് ചെയ്യും. കളർ പ്രൊഡ്യൂസ് ചെയ്താൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് the antigen antibody enzyme complex in the well, and that enzyme that will help in converting the chromogenic substrate into its product gives the color. ആ കളറിന്റെ ഇന്റൻസിറ്റി നോക്കി നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എത്രമാത്രം ആന്റിബോഡി ഉണ്ടെന്ന്. പക്ഷെ ഇത്ര എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് സിറോളജി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന്റിബോഡിയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ സിറോളജി ടെസ്റ്റ് ചെയ്യുമ്പോൾ സിറത്തിനകത്തുള്ള ആന്റിബോഡി ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ആന്റിബോഡി നമ്മുടെ സിറത്തിലുണ്ടെന്ന്. അതല്ലാതെ നമുക്ക് ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് കോൾഡ് ആസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഈ എൻസൈം ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വെല്ലാണ്. ഈ വെല്ലിന്റെ ഉള്ളിൽ ആന്റിജൻ കോട്ടഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സെറത്തിന്റെ ഉള്ളിൽ ആന്റിബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാക്കും. ആ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എൻസൈം ആഡ് ചെയ്ത് കൊടുത്താൽ ആന്റിജൻ ആന്റിബോഡി എൻസൈം കോംപ്ലക്സ് ഉണ്ടാക്കും. ആ എൻസൈം ആ ട്യൂബിനകത്ത് വാഷിങ്ങിന് ശേഷം സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആന്റിജൻ ആന്റിബോഡി എൻസൈം കോംപ്ലക്സ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെ ആ എൻസൈമിന് വേണ്ട ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആ പ്രോഡക്റ്റ് ക്രോമോജെനിക് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ക്രോമോജെനിക് ആയതുകൊണ്ട് പ്രോഡക്റ്റിന് കളർ ഉണ്ടാവും. കളറാണ് അവിടെ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ആപ്ലിക്കേഷൻ ഇൻ ദ early diagnosis of disease. Then the next one, it is PCR. എന്താ PCR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, if we are getting some infection from any living organism, ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ജനറ്റിക് മെറ്റീരിയൽ until and unless it express will not be able to find it out that infection is present in our body. പക്ഷെ നമ്മൾ എങ്ങാനും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ we can just do the PCR technique for that particular DNA of the pathogenic organism. ആ pathogenic organismത്തിന്റെ PCR റിയാക്ഷൻ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മാച്ച് ചെയ്യുന്ന പ്രൈമറിനെ കൊടുത്താൽ ആ പ്രൈമർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എപ്പോഴും ആ പാത്തോജന്റെ DNA ആയിരിക്കും. അപ്പോൾ ഒരു കോപ്പി DNA ഉള്ളൂ നമ്മുടെ ബോഡിയിലെങ്കിൽ പോലും നമ്മൾ ആ DNA ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരുപാട് കോപ്പീസ് ആക്കി മാറ്റി we can recognize whether it is present inside our body or not. അതാണ് PCR ടെക്നിക്ക് വഴി DNA ആംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രസൻസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് പ്രോബ് വെച്ചിട്ട് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു ജീനിന് ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ജീനിന്റെ സീക്വൻസ് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ജീനിന്റെ സീക്വൻസ് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോബിനെ നമ്മൾ സിന്തസൈസ് ചെയ്ത് ആ പ്രോബിനെ റേഡിയോ ലേബൽ ചെയ്ത് നമ്മൾ ഡിഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു ജീനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ആ പ്രോബ് അവിടെ ബൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ആ പ്രോബിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA സ്ട്രാൻഡ് അല്ല എവിടെയോ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബ് ഈസ് നോട്ട് ഏബിൾ ടു ബൈൻഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. ബിക്കോസ് ഓഫ് ദാറ്റ് ജീൻ ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. Because of that abnormality in that gene, the disease will be produced. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ radioactive probe also used for the early detection of the disease or the genetic defect of a particular organism. Okay, this is all about the medical field, the application of biotechnology. നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ജെനിക് ആനിമൽസിനെ പറ്റിയിട്ടാണ്.